ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫുഡിലൂടെ. ഇതാണ് നഗരവനം. ഇവനെന്താ അച്ചാച്ചൻ അവിടെ നിക്കുന്നേ? ആ ശരി ശരി. എഴുന്നേറ്റോ എല്ലാരും എഴുന്നേക്ക്. പ്രൈവറ്റ് ആടാ. ഇവനെ കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം ഭയങ്കര പാവാണെന്നാ ദീപുവേട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും മൂത്തവനാണ് ഞാൻ. ഇവന് 31 കഴിഞ്ഞു. എനിക്ക് 25. ഞാൻ ഏറ്റവും ചെറുത്. 25 കല്യാണം നടക്കോ ഇല്ലയോ എന്ന് അറിയാത്ത ഇപ്പോഴും സംശയത്തിലിരിക്കുന്ന ഒരു യുവാവാണ്. പുലി ഗൈസ്, അക്ഷയ ഒരു പുലി ദേ ഇവിടെ ഗൈസ്. നെക്സ്റ്റ് സ്പീഷീസ് രഘുനാഥ്. ഞാനും രാഹുലും അവന്റെ ജയിൽവാസത്തിന്റെ വിശേഷങ്ങൾ കേൾക്കുകയാണ്. ഇവൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ജയിലിൽ കിടന്ന സുഖാണെന്നാ. ഇവിടെ 203 പൊട്ടുന്നുള്ള ഡൗട്ടാണ്. നിന്നെപ്പറ്റി എന്തായാലും പറയാം. ഓനില്ലടാ, ഓനെന്നെ ഫോളോ ഒന്നും ചെയ്യില്ല. ഒരു ടാക്സി ഇന്നോവയിലാണ് നമ്മൾ പോകുന്നത്. അടുത്ത ലൊക്കേഷൻ എവിടെ പോകുന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ്, നമ്മളപ്പം ഇനി നാഗർഹോള വൈൽഡ് സാങ്ച്വറി എന്തായിരുന്നു കടലിപ്പുലി നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ ഫുഡ് കഴിക്കണം. ഫുഡിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പോട്ടൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഗൈസ്, നമ്മൾ പഴംപൊരി ബീഫ് കഴിക്കുന്നുണ്ട്. എന്താണ് ഇപ്പം പറഞ്ഞേ? എന്താ പറഞ്ഞേ? സ്റ്റാച്യു. ഇല്ല വേണ്ടെന്നുണ്ട്. മാൻ കുറുകെ ചാടി. അക്ഷയ ആയതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. എന്റെ വീഡിയോ മാനെ തട്ടിയിട്ട് ഞാൻ ജയിലിൽ പോകും. വേഗം പെണ്ണ് കാണാൻ തുടങ്ങിക്കോ. നമ്മൾ നാഗർഹോൾ ടൈഗർ റിസോർട്ട് ഇതിവിടെ കൊടുക്കണോ? തിരിച്ചു വരുമ്പോ അയാളോട് ചോദിക്കാറോ? എന്താ പറഞ്ഞേ? സഹിക്കാൻ പറ്റാത്ത ഓൻ ഓടിപ്പോയി എന്റെ വ്ളോഗിൽ വേവെന്ന് വെച്ചിട്ട്. എന്നാലേ എന്നെ ഇത് ഓൻ ഓടിപ്പോയി. എന്നെ രാഹുൽ മൂത്രയിക്കുന്നു. ചാടിയേ ആന അങ്ങോട്ടാ പോകുന്നേ. ആന അങ്ങോട്ടേക്ക് പോകുന്നു. ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. അവർ ഇവിടെ നിർത്താം. ആനേനെ നോക്കി സംരക്ഷണം ഉറപ്പാക്കുന്ന ഡ്രൈവർ അക്ഷയ്. എന്റെ ഭർത്താവ് കെയറിങ്ങാ. ഇവിടെ ഇനി ആനയല്ല തട്ടോ, വണ്ടിയായിരിക്കും തട്ടി കഴിക്കുന്നത്. നമ്മളങ്ങനെ വിശന്ന് വലഞ്ഞ് ജൂബിലി റെസ്റ്റോറന്റ് കാട്ടിക്കുളം. ഇവിടെ എന്റെ ഷേക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത് കേട്ടോ. ഈ ജസ്മിക്ക് അക്ഷയ്ക്കൊക്കെ ബിരിയാണി വേണം. അങ്ങനെ നമ്മൾ ജൂബിലി ഹോട്ടലിൽ ഫുഡും കഴിച്ച് പോവാൻ നോക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ അവകാഡോ വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ്. ജസ്മിക്ക് ജസ്മിന്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം എന്നാണ് പറഞ്ഞത്.
ഉണ്ടായിരുന്നു ട്രിപ്പ് അടിപൊളിയായിരുന്നു. അക്ഷയ് നീ പറ. Guys, it was a very മൂഞ്ചൽ trip. പറ ജസ്മി. അടിപൊളി ട്രിപ്പ് മീൻസ് അങ്ങനെയല്ല, നമുക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റിയിട്ടില്ല, അത് സത്യമാണ്. പക്ഷേങ്കില് നമ്മൾ ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്തു. എന്താ പറയാ, കുറെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ നോക്കി, പക്ഷെ പറ്റില്ല. പക്ഷെ രസമായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല, ഒരേ ഓട്ടമായിരുന്നു. ഇപ്പോഴും നമ്മളങ്ങനെ വള്ളിയൂർ കവലിരിക്കുന്നു. കേറുന്നൊന്നുമില്ല, ബിക്കോസ് നമ്മൾ എല്ലാരും മന്തി കഴിച്ചു. കേറുന്നില്ല, പുറത്തുനിന്ന് കാണാം. ഗൈസ്, അപ്പൊ ഞാൻ ഇറങ്ങാനായി. നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്നറിയാം. അടി വിഷമില്ലേ? ബൈ ദിവ്യ.